ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ സ്റ്റോറേജ് ക്ലാസ്സസ് ആണ്. സ്റ്റോറേജ് ക്ലാസ്സസ് എന്തൊക്കെയാണ്? ഈ സ്റ്റോറേജ് ക്ലാസ്സസ് എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? സ്റ്റോറേജ് ക്ലാസ്സസ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ. ഇപ്പോൾ ഒരു വേരിയബിൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡ് അല്ലെങ്കിൽ ഫോർ ബി എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂസിന് എന്താണ് ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യുക. പിന്നെ സ്കോപ്പ്, എന്തിൻ്റെ ഉള്ളിലാണ് സ്കോപ്പ്, അതായത് ഗ്ലോബൽ സ്കോപ്പ് ഉണ്ട്, വിത്ത് ബ്ലോക്ക് സ്കോപ്പ് ഉണ്ട്. പിന്നെ ലൈഫ് ടൈം, ആ വേരിയബിളിന്റെ ലൈഫ് ടൈം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നമ്മളെ സ്റ്റോറേജ് ക്ലാസ്സസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ എത്ര തരം സ്റ്റോറേജ് ക്ലാസ്സസ് ആണ് മെയിൻ ആയിട്ടുള്ളത്? 4 സ്റ്റോറേജ് ക്ലാസ്സസ് ആണുള്ളത്. ഒന്ന് ഓട്ടോ, ഒന്ന് എക്സ്റ്റേൺ, സ്റ്റാറ്റിക്, രജിസ്റ്റർ. അപ്പോൾ ഈ ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോ എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് സ്റ്റോറേജ് ക്ലാസ്സസ് ആണ്. എല്ലാ വേരിയബിളും ഇപ്പോൾ വെറുതെ ചുമ്മാ ഇന്ത്യ, ഫ്ലോട്ട് ബി, ക്യാരക്ടർ സി എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഓട്ടോ സ്റ്റോറേജ് ക്ലാസ്സസ് ആണ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റോറേജ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലായിരിക്കും അല്ലെങ്കിൽ ഒരു ബ്ലോക്കിന്റെ ഉള്ളിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക ഈ സ്റ്റോറേജ് ക്ലാസ്സസ് ഉള്ളത്. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലോക്കിനുള്ളിൽ മാത്രമായിരിക്കും ആക്സസിബിൾ ഉണ്ടാവുക, അല്ലാണ്ട് ആ ബ്ലോക്കിന് ഔട്ട്സൈഡ് ഇത് ആക്സസിബിൾ ആവില്ല. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻ ചെയ്യണത്, അതായത് ബൈ ഡിഫോൾട്ട് അസൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗാർബേജ് വേരിയബിൾസ് ആയിരിക്കും. ഓക്കെ, ഗാർബേജ് വേരിയബിൾസ് ആയിരിക്കും ഇത് ഒന്ന് അസൈൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്നുണ്ടാവുക. പിന്നെ ഒന്ന് രജിസ്റ്റർ. അപ്പൊ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഒന്ന് രജിസ്റ്റർ എന്ന സ്റ്റോറേജ് ക്ലാസ്സസ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പൈലർ ഒന്ന് ട്രൈ ചെയ്യും. രജിസ്റ്റർ മൈക്രോ പ്രോസസ്സറിന്റെ ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള രജിസ്റ്ററിൽ അവൈലബിൾ ആണെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യാൻ നോക്കും. എന്നിട്ട് അപ്പോൾ അവൈലബിൾ ആവണില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ രജിസ്റ്റർ യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ CPU രജിസ്റ്റർ ആയതുകൊണ്ട് അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ രജിസ്റ്റർ ആയതുകൊണ്ട് അതെന്ന് പറഞ്ഞാൽ കൂടുതൽ സ്പീഡ് ആയിരിക്കും, അതായത് ഫാസ്റ്റർ ആയിരിക്കും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആ രജിസ്റ്റർ അവൈലബിൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മുടെ നോർമല് ഒന്ന് ഓട്ടോ വേരിയബിൾ പോലെ തന്നെയായി മാറുന്നതാണ്. അതായത് ഓട്ടോ വേരിയബിൾ സ്റ്റോർ ചെയ്യണ എവിടെയാണോ അവിടെ തന്നെ സ്റ്റോർ ചെയ്യും. ഓക്കെ. ഇനി പറഞ്ഞ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സി പ്രോഗ്രാമിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് സ്റ്റാറ്റിക്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രിസർവ് ചെയ്യും വാല്യൂ. അതിൽ എന്താണോ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ള ആ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രിസർവ് ചെയ്യും. അത് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് സ്കോപ്പ് ആണെങ്കിൽ കൂടി. അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. ഇത് ഫേമസ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രിസർവ് ചെയ്യും ആ വാല്യൂ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാറ്റിക് ഇൻഡ് എ ഈക്വൽ ടു 10 എന്ന് എഴുതിയിട്ട് പിന്നെ ആ ഫംഗ്ഷൻ ഉള്ള 10+++ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വാല്യൂബിൾ എന്ന് പറഞ്ഞാൽ 11 ആയി ഉണ്ടാവും. പിന്നെ ആ 11 ആയിരിക്കും പിന്നെ നെക്സ്റ്റ് ടൈം ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ലോക്കൽ സ്കോപ്പ് ഉണ്ട്, ഗ്ലോബൽ സ്കോപ്പ് ഉണ്ട്. ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോക്കലായിട്ട് ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ ആ ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രമായിരിക്കും. ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ എൻറ്റയർ ഫയലില് ആ സോഴ്സ് ഫയൽ മാത്രം, ആ സിംഗിൾ ഫയൽ മാത്രമാണ് ഇത് ആക്സസിബിൾ ഉള്ളത്. പിന്നെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ 2-3 ഫയലുകളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അത് ഇത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേൺ യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേൺ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിഫറൻസ് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ അത് നമ്മൾ എക്സ്റ്റേൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അത് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫയലില് അല്ലെങ്കിൽ വേറെ ബ്ലോക്കിലായിരിക്കും അത് ഇനീഷ്യലൈസ് ചെയ്യാന്നാണ് ഇൻഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് പ്രോഗ്രാം നോക്കാം എന്തൊക്കെയാണ്. ഗ്ലോബൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഗ്ലോബൽ സ്കോപ്പ്. ഓക്കെ.
അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. ഓക്കെ, പ്രിന്റ് എഫ് എയും ബി ഇതിലെന്താ തെറ്റ്. ഓക്കെ, നമ്പർ ഇത് ഞാൻ എ മാറ്റി. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്ത് ഗ്ലോബൽ സ്കോപ്പ് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലൈസ് വിത്ത് ഒന്ന് 0 ആണ്. ഓക്കെ, ഗ്ലോബൽ സ്കോപ്പ് ഇനീഷ്യലൈസ് വിത്ത് 0. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു തെങ്ങ്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ സ്റ്റാറ്റിക് ആണെങ്കിൽ എന്താണ് സ്റ്റാറ്റിക് ഗ്ലോബൽ സ്കോപ്പ്, സ്റ്റാറ്റിക് ഗ്ലോബൽ സ്കോപ്പും സ്റ്റാറ്റിക് ലോക്കൽ സ്കോപ്പും. ഓക്കെ, സ്റ്റാറ്റിക് ലോക്കൽ എന്താണ് രണ്ടും 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാറ്റിക് ഗ്ലോബൽ സ്കോപ്പ് സ്റ്റാറ്റിക് ലോക്കൽ സ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി ഇതെന്താ വരിക നോക്കി നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ഇതിന്റെ വാല്യൂ എന്താണ് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇതിന്റെ വാല്യൂ ഗാർബേജ് വാല്യൂ ആണ് വരിക. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഓക്കെ, അപ്പൊ എക്സ്റ്റെൻഡ് ഇത് ഇനി രജിസ്റ്റർ ഇന്ത്യ. അപ്പൊ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈ ഡിഫോൾട്ട് സ്റ്റോറിന് എന്താണ് ഗാർബേജ് വാല്യൂ ആണ്. ഈ രജിസ്റ്ററിന്റെ മെമ്മറി അഡ്രസ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. മെമ്മറി അഡ്രസ് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? രജിസ്റ്ററിന്റെ മെമ്മറി അഡ്രസ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് രജിസ്റ്ററിന്റെ മെമ്മറി അഡ്രസ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സ്റ്റോറേജ് ചെയ്യുന്നതിന്റെ അഡ്രസ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ സാധാ ലോക്കൽ സ്കോപ്പ് ആണെങ്കിലാ, ലോക്കൽ വേരിയബിൾ ആണെങ്കിലാ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. സ്റ്റാറ്റിക് ആണെങ്കിലാ സ്റ്റാറ്റിക് ആണെങ്കിൽ പറ്റും. നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ട് എഴുതാം. ഓക്കെ, പെർസെൻറ്റേജ് ഡി എംപ്രസെന്റ് നല്ല ഐ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താ പ്രിന്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിയാൽ നമ്മളിപ്പോ സ്റ്റാറ്റിക് ആണ് വേരിയബിൾ. സ്റ്റാറ്റിക് വേരിയബിൾ